എവിടെ പോവാമേ? ഞാൻ ഇന്ന് വീട്ടിലൊരു മുരിങ്ങയില കറി വെക്കാൻ പ്ലാനുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ മുരിങ്ങ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അടുത്ത വീട്ടിൽ പോയി 2 മുരിങ്ങയില എടുക്കാൻ പോവാം. ശരി, പോവാം, വാ. ആൻഡ് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ മുരിങ്ങയില. ഞങ്ങളുടെ നെയ്ബർഹുഡാണ്. അപ്പം അമ്മ അവിടെ നിന്ന് മുരിങ്ങയില പറിക്കുന്നു. മതി, ഇത്ര മതിയോ? മതി, മുരിങ്ങയിലക്ക്. മുരിങ്ങയില കറിക്ക് ഇത് മതി. ഇവിടെ ഭയങ്കര വണ്ടിയാണ്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ എപ്പോഴും അങ്ങ് വണ്ടിയാണ്. അങ്ങനെ മുരിങ്ങയിലൊക്കെ പറിച്ച് അമ്മ പോവുക. ഞങ്ങളുടെ വീട് ഒരു വീടിനപ്പുറമാണ്. ഇവിടെ ഒത്തിരി അങ്ങ് വണ്ടിയാ. അത് മാത്രമല്ല, ഞങ്ങളുടെ ആ ഒരു വസ്തു കണ്ടില്ല, കുറച്ച് റബ്ബർ പോലൊക്കെ നട്ട് വെച്ചേക്കുന്നത്. അവിടുത്തെ ക്ലീൻ ചെയ്യുക കാടൊക്കെ. അപ്പം അതിൻ്റെ ശബ്ദമായി കേൾക്കുന്നത്, ഭയങ്കര സൗണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്, കണ്ടല്ലോ. ഇത്രേ ഉള്ളൂ, ഇത്ര നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുരിങ്ങയില പറിച്ചല്ലേ അമ്മേ? ആ, ഞങ്ങളുടെ വീട്ടിലെത്തി. ശബ്ദം കൊണ്ടിരിക്കാൻ മേല. വണ്ടിയുടെ ശബ്ദം, ഇതിന്റെ ശബ്ദം, എല്ലാ ശബ്ദവും. അങ്ങനെ അമ്മ മുരിങ്ങയില അടത്തുക. മുരിങ്ങയില കറി ഉണ്ടാക്കാം. ഇച്ചിരി ഒന്ന് വാടിയോ? കുഴപ്പമില്ല. അതെങ്ങനെ വാടിയത്? ഇപ്പൊ പറിച്ചല്ല, അവിടെ കൊണ്ടിട്ടിരിക്കല്ലേ, എല്ലാം പറിച്ചെടുക്കണം. ഇല മാത്രമായിട്ടല്ലേ പറിക്കണം? അങ്ങനെ സാരമില്ല, കുഴപ്പമില്ല. ചെറിയൊരു ഇതൊക്കെ വരും. ഇത്ര ഫ്രഷ് അല്ലേ ഒന്നും നമുക്ക് ഗൾഫിൽ കിട്ടത്തില്ല. അതിങ്ങനെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് തരുന്നല്ലേ കിട്ടുന്നത്. എന്നാലും കുറച്ച് ഫ്രഷ് അല്ലയോ? അല്ല, ഇത് അവിടുത്തെ നമ്മൾ കിട്ടുമ്പോ ഇല ഇങ്ങനെ നമ്മളങ്ങോട്ട് പാക്കറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോ വീഴും. അത് ശരിയാ. വളരെ റേർലിയാ, 1-2 ഒരു 10 തണ്ടുള്ളതിൽ ഒരു 2-3 നല്ല തണ്ട് വളരെ റേർലി കിട്ടുന്നു. ഇപ്പൊ വീഴും വരെ. സോല ഒരുപാട് ഉപയോഗിക്കുമെന്ന് പറയും. ആര്? നരേന്ദ്രമോദി എന്നല്ല പറയുന്നത്. നരേന്ദ്രമോദി മുരിങ്ങയില ഫാനാണ്. അതുകൊണ്ടായിരിക്കും നല്ല ആരോഗ്യമാണ്. ഈ മുരിങ്ങയിലക്കകത്ത് അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഒരുപാട് മുരിങ്ങയില യൂസ് ചെയ്യും. ഓരോന്നിനൊക്കെ കിട്ടുക അവരിങ്ങനെയും ഓരോന്നൊക്കെ ഉണ്ടാക്കില്ലേ, അതിനകത്തൊക്കെ ചേർക്കും. ഡ്രം സ്റ്റിക്ക് ലീവ്സ്. ഡ്രം സ്റ്റിക്ക് ഉപയോഗിക്കും ഒരുപാട് മുരിങ്ങക്ക. അതൊക്കെയാണ് അതിൻ്റെ അങ്ങേരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. യോഗ. അയ്യോ, കണ്ട് ഞങ്ങളുടെ വീടിന്റെ മുന്നിലെ വസ്തുവില് റബ്ബർ എല്ലാം വെട്ടി താഴെ ഇടുക. അതിന്റെ ശബ്ദമായി കേൾക്കുന്നത്. മരം വീഴുന്ന അമ്മ നോക്കിയിരിക്കുക. കണ്ടില്ലെന്നും പറഞ്ഞ്. നല്ല. അപ്പൊ ഇന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു അവരെല്ലാം വെട്ടും. ഒന്നുമല്ലേ, അവിടെ ഒരു വെട്ടം വരുമല്ലോ, ഇരുട്ടങ്ങ് മാറും. ആ വസ്തുവിലാണ് റബ്ബർ മുറിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു വസ്തുവിൽ മാത്രമേ ഉള്ളൂ റബ്ബർ. ഇവിടെ അങ്ങനെ റബ്ബർ കളിക്കുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷെ ഈ വസ്തു വാങ്ങിച്ചൊരു കുറേ റബ്ബർ നട്ട് വെച്ച് കുറേ വർഷം മുന്നേ. അപ്പോൾ അതെല്ലാം മുറിച്ച് കളയുന്നു. എന്തിനാണെന്നറിയില്ല. ഒരു പെട്രോൾ പമ്പ് ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. അതിനാണോ നമുക്ക് ഉറപ്പില്ല. ഇതിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ പുല്ലുണ്ടല്ലോ, അത് കഴിക്കാനുള്ള എന്തോ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക പുള്ളിക്കാരൻ.
അപ്പോൾ നമ്മൾ ഓണത്തിന് വെട്ടിയതാ കണ്ടില്ലേ ഇവിടെ എല്ലാം. പക്ഷെ വീണ്ടും അതെല്ലാം കിളിച്ച്. പുള്ളിക്കാരൻ അതെല്ലാം വെട്ടിയെടുക്കുമല്ലോ സോറി, അതിന് മരുന്നടിക്കുക ഉണങ്ങാൻ. അമ്മ മുരിങ്ങയില കണ്ട് എടുത്തിട്ടുണ്ട്. ഒരു പിടി മതിയെന്ന്. അതിന് മുരിങ്ങയില കറി ഉണ്ടാക്കാൻ പോവുക. അമ്മ ഇതിന് വേണ്ടി തേങ്ങ തിരുമുക. മതി, നേരത്തെ ശകലം തിരുമിയത് ഇവിടെ ഇരുന്നു. കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ തിരുമുക. മതി. ഒരു പിടി എടുത്ത് വെച്ചു, തേങ്ങ തിരുമ്മി വെച്ചു. ഇനി ഒരു 2-3 പീസ് വെളുത്തുള്ളി വേണം, അതെടുക്കുക. 2-3 പീസ് വെളുത്തുള്ളി, പിന്നെ സ്വല്പം ജീരകം ഇടും, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം ഇന്ന് ഇവിടെ കേൾക്കുന്ന നോയ്സൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ മരം വെട്ടുന്നു, ബാക്കിൽ വീട് പണി നടക്കുന്നു, മുന്നേന്ന് വണ്ടി പോകുന്നു, പിന്നെ അപ്പം സ്പ്രേ ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിന്റെ ശബ്ദവും കൂടെ വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് ഇന്ന്. ഞങ്ങൾ ടി വി പോലും കാണാൻ നിർത്തി വെച്ചേക്കുക, കാണാൻ പറ്റുന്നില്ല ശബ്ദം കാരണം. സോ ഇതാണ് നമ്മുടെ മുരിങ്ങയിലയുടെ പ്രിപ്പറേഷൻ. കണ്ടല്ലോ, മുരിങ്ങയില അടത്തി വെച്ചു. കുറച്ച് ഒരു 3 തണ്ടല്ലേ, ഒരു പിടി മുരിങ്ങയില, പിന്നെ തേങ്ങ ഒരു 1/2 തേങ്ങ ചിരകിയത്, പിന്നെ എത്ര വെളുത്തുള്ളിയാണ്? 2-3 പീസ് വെളുത്തുള്ളി, 2-3 പീസ് വെളുത്തുള്ളി, ശകലം ജീരകം 1 ടീസ്പൂൺ ജീരകം, ജീരകവും വെളുത്തുള്ളിയും കൂടെ ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇടും. ശകലം മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇടും. മറ്റേ മുളക് പൊടി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഉണ്ട് ഇവിടെ, എടുക്കട്ടോ? ഏതാ? ഈ അധികം കളറില്ലാത്ത ഇടാം, എടുത്തോണ്ട് വരാം. ഇതങ്ങ് ചുമന്നി നമ്മുടെ സ്റ്റോർ റൂമിലോട്ട് പോകാം. കശ്മീരി അല്ലാത്ത മുളക് പൊടി എടുക്കാൻ. സാധാരണ മുളക് പൊടി. ഇവിടെ ഒരു പെട്ടി എപ്പോഴും ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും അടുക്കളയില്. ഈ പെട്ടി അമ്മ പണ്ട് ആൻഡമാനിൽ ജോലി ചെയ്യായിരുന്നു. അമ്മയ്ക്ക് മാത്രമല്ല, ഞങ്ങളെല്ലാം അവിടെ തന്നെ പഠിച്ച്. സോ അവിടുന്ന് റിട്ടയർ VRS ഒക്കെ എടുത്ത് വന്നപ്പോൾ അവിടുത്തെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു വലിയ ഇരുമ്പ് പെട്ടിയാണ് ഇത്. 2 ഉണ്ട്. ഇവിടെ ഇങ്ങനെ അങ്ങ് സെറ്റിലായിപ്പോയി. വെള്ളപ്പൊക്കമൊക്കെ ഇവിടെ വന്നപ്പം ഇതിനകത്ത് ഓരോന്നൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ അവിടെ അങ്ങ് ഇരുന്ന് പോയി. 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയായിട്ട്, മറ്റേ അല്ല, എരിവുള്ള മുളക് പൊടി. ഇനിയിപ്പോൾ മിക്സിയിൽ നല്ലതായിട്ട് അതിനെ അരച്ചെടുക്കും. തേങ്ങ നല്ലതായിട്ട് അരയണം. ഇതെന്താ? തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അരയ്ക്കാൻ പോവാം. നല്ലതായിട്ട് സ്മൂത്ത്, നല്ല മഷിയായിട്ട് മഷി പോലെ അരച്ചെടുക്കും. മിക്സി അവിടെ ശബ്ദം, ഇവിടെ ശബ്ദം. മതിയോ അരഞ്ഞത്? മഷിയായിട്ട് അരയണ്ടേ? അരഞ്ഞത് പിന്നെ അരഞ്ഞ് ഒരുപാട്. എന്താ ചെയ്യുക? മുരിങ്ങയില അങ്ങനെ കിടക്കണ്ട, അതുകൊണ്ട് ചെറുതായിട്ട് അതിനെ ഒന്ന് അരിച്ചു. അതിനെ ഒന്ന് കുഞ്ഞായിട്ടൊന്ന്, ഒരുപാടാകത്തില്ല, ഒരുപാടായി കഴിക്കും, ചെറുതായിട്ട്. ഇത് മുരിങ്ങയില അരിഞ്ഞ കഴിക്കുമോ? ഒത്തിരി അരിഞ്ഞ മുരിങ്ങയിലക്ക് ഒരു കയ്പ് കൂടും എന്ന് പറയും. പാൻ വെച്ച് സ്റ്റൗ കത്തിച്ചു, ഇച്ചിരി വെളിച്ചെണ്ണ. അങ്ങനെ ചട്ടി ചൂടായി. 1 ടീസ്പൂൺ ഞാനും ഒഴിക്കും. ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും ഞാൻ എടുക്കുകയില്ല. 1 ടേബിൾ സ്പൂൺ വേണ്ട. നമ്മൾ നമ്മുടെ ഒരു കൈക്കണക്കിന് ഇച്ചിരി അങ്ങ് ഒഴിക്കും. എണ്ണ ചൂടാവുമ്പോൾ ഇനി എണ്ണ ചൂടായതിന് അതിലോട്ട് കടുക് ഇടുക. 1 ടീസ്പൂൺ വേണ്ട. കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോൾ 2 മുളക് പൊടിയിടും. 2 മുളക് പൊടിയും
രണ്ട് മുളക് ഇട്ടു. മൂത്ത് കഴിയുമ്പോൾ ഇനി മുരിങ്ങയില അതിനകത്തോട്ട് കൊടുക്കും. കടുകും പച്ചമുളകും ഇട്ടിട്ട് അതിനോട്ട് മുരിങ്ങയില ഇട്ട് ശലനേരം ഒന്ന് അതിനൊന്ന് വഴറ്റി മുരിങ്ങയില ഒന്ന് നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒഴിക്കും. ഒരുപാട് വെള്ളം ഒഴിക്കില്ല, കുറച്ച് ഒരു വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് തന്നിരുന്നു കൂട്ടാൻ അറിയാം. അപ്പോൾ ആരും ഇതൊന്നും ചെയ്തില്ല. മുരിങ്ങയിലൊക്കെ ചൂടുന്ന് വഴന്നില്ല, ശരിയാവും. ഇനി അരച്ച് വെച്ച് അതിനകത്തോട്ട് ഒഴിക്കും. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കത്തില്ല, കുറച്ച് വെള്ളം ഉപ്പും കൂടെ എന്നിട്ട് ശർക്കര ഉപ്പും. ഇതധികം തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാകുമ്പോൾ ഇനി എടുക്കും. ഇത്രയേ ഉള്ളൂ മുരിങ്ങയിലക്കറിയുടെ രസം. അധികം വെള്ളമായത് റെഡിയായോ? ഇത്ര മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയിലക്കറി റെഡി. സോ ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. മുരിങ്ങയില ഉള്ളവർക്കൊക്കെ ഈസിലി ഉണ്ടാക്കാം. നാട്ടിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഗൾഫിലൊക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ ഈ ഒരു വീഡിയോ. ഞങ്ങളിത് വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക നമുക്ക് ഉച്ച ഊണിന് വേണ്ടി. അത് ഇത് അധികം ചൂടാവാൻ പാടില്ല, അതുകൊണ്ടാണ് മാറ്റുന്നത്. ചക്ക ഉപയോഗിച്ചിട്ട് ചക്കിക്ക് അത് ചെയ്യുമ്പോൾ നല്ല വരും ഈ കറി. ഇതാണ് അപ്പം നമ്മുടെ അടിപൊളി മുരിങ്ങയിലക്കറി. അങ്ങനെ ഞങ്ങളുടെ അടിപൊളി മുരിങ്ങയിലക്കറി റെഡിയായി ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള. സോ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട്, അമ്മയുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുന്നത്. ഞാനാണെങ്കിൽ അധികം എന്താ പറയുക വെക്കും ഇതൊക്കെ, പക്ഷെ വളരെ റെയറാണ്. ഇവിടെ വരുമ്പോഴാണ് എല്ലാ നാടൻ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നത്. ഞാനാണെങ്കിൽ കുറച്ച് നോർത്ത് ഇന്ത്യനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. സോ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ മുരിങ്ങയിലക്കറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.